കുറച്ച് മുമ്പ് എന്നെപ്പോലെ നിങ്ങളും കണ്ടു കാണും. MLA മകൻ കഞ്ചാവുമായി പിടിയിൽ. പ്രതിഭ MLA മകൻ കനിവും സുഹൃത്തുക്കളും കഞ്ചാവുമായി കസ്റ്റഡിയിൽ എന്നുള്ള ന്യൂസ്. പ്രതിഭ MLA ആണ്. ഓക്കെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MLA ആണ്. കായംകുളം കോൺസ്റ്റിറ്റ്യുവൻസി, ആലപ്പുഴ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ നോക്കിയാലും ഒരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു സാധനം ഇതിനകത്ത് പൊട്ടുമോ? പൊട്ടാതിരിക്കുമോ എന്ന് ചോദിച്ചാൽ ഇരിക്കില്ല. അപ്പോൾ എന്താണെങ്കിലും കൊങ്ങി ഹാൻഡിലുകളിൽ അതിഭീകരമായിട്ട് ഈ പയ്യൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലെ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അങ്ങോട്ട് വാരി ഏറും അടിയും തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഒരു MLA മകൻ എന്നുള്ള പേരിൽ തന്നെയാണ് ന്യൂസുകൾ ഫ്ലാഷായി വന്നതും ഏറ്റവും കൂടുതൽ ഇവിടുത്തെ 24/7 ചാനലുകൾ പറഞ്ഞിട്ടുള്ളത് MLA മകൻ കഞ്ചാവുമായി പിടിയിൽ എന്ന് തന്നെയാണ്. അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പയ്യൻ്റെ നാട്ടിലെ സെറ്റൊക്കെ ആയിട്ട് ഗ്യാങ്ങൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് പോലീസിന് സ്പെഷ്യൽ സ്ക്വാഡ് ഉണ്ട്, എക്സൈസിൻ്റെ സ്പെഷ്യൽ സ്ക്വാഡ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും സ്പെഷ്യൽ സ്ക്വാഡ്സ് ഉണ്ട്. ഓക്കെ, ഇങ്ങനത്തെ ലഹരി വസ്തുക്കൾ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇൻഫർമേഷൻ നാട്ടുകാർ കൊടുക്കുകയാണ്. അവിടെ കുറച്ച് മദ്യപിച്ച് കുറച്ച് പയ്യന്മാർ ഇരിക്കുന്നുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് കൊടുക്കുകയും അവിടെ ചെല്ലുകയും കൂട്ടത്തിലുള്ള വേറൊരു പയ്യൻ്റെ കയ്യിൽ നിന്ന് ലഹരി വസ്തു പിടിച്ചു. ഓക്കെ, ഇതാണ് സംഗതി ഉണ്ടായിട്ടുള്ളത്. എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഇവിടുത്തെ 24/7 ന്യൂസ് ചാനലുകളെ ഭയങ്കരമായിട്ട് MLA വന്ന് വിമർശിച്ചിട്ടുണ്ട്. എൻ്റെ മകൻ്റെ കയ്യിൽ നിന്നല്ലല്ലോ പിടിച്ചത്, എന്നിട്ട് എൻ്റെ മകൻ്റെ ഫോട്ടോയും വെച്ച് എൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തിനിത് ചെയ്യണം? ഇതൊരു പേഴ്സണൽ റിവെഞ്ച് തീർക്കുകയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ എന്നാണ് പറയുന്നത്. അതിനകത്ത് ഏഷ്യാനെറ്റിനെ പറയുന്നുണ്ട്, 24 പറയുന്നുണ്ട്, മനോരമ ഇട്ടിട്ടുണ്ട്, News 18 ഇട്ടിട്ടുണ്ട്. എന്താണെങ്കിലും ഞാൻ കണ്ട ന്യൂസുകളൊക്കെ ഞാനിവിടെ പ്ലേ ചെയ്യാം. ഇന്ന് ഉച്ചയ്ക്കാണ് MLA മകൻ പ്രതിഭ MLA മകൻ കനിവിനെ, 21-കാരനാണ് കനിവിനെയും 8 കൂട്ടുകാരെയും തകഴിയിൽ വെച്ച് കുട്ടനാട്ടിലെ എക്സൈസ് സംഘം പിടികൂടിയത്. ഇവർ കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരെ പിടികൂടിയത്. 90 ഗ്രാം കഞ്ചാവ് ഇവരുടെ കയ്യിൽ നിന്ന് പിടികൂടി എന്നാണ് ആദ്യം എക്സൈസ് പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് ഇപ്പോൾ 3 ഗ്രാം കഞ്ചാവ് മാത്രമാണ് ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചത്. ഇവരെ കഞ്ചാവ് വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരെ പിടികൂടിയത് എന്നാണ് എക്സൈസ് വിശദീകരിക്കുന്നത്. ഇവർക്ക് വൈകാതെ തന്നെ, അതായത് ഇവരെ പിടിച്ച് എക്സൈസ് ഓഫീസിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ അവിടെ വെച്ച് തന്നെ ജാമ്യം കൊടുത്ത് വിടുകയും ചെയ്തു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇവരെ പിടികൂടിയത്. ഈ കനിവ്, 21-കാരനായ MLA മകൻ കനിവടക്കം 8 പേര് കൂടെ ഉണ്ടായിരുന്നു. മൊത്തം 9 പേരെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് എക്സൈസ് സംഘം പിടികൂടിയത്. ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്കിടയിലെ ലഹരി വിൽപ്പന ഉൾപ്പെടെ പരിശോധിക്കാൻ രൂപീകരിച്ച എക്സൈസിന്റെ കുട്ടനാട് റേഞ്ച് സ്ക്വാഡാണ് കനിവ് ഉൾപ്പെടെയുള്ള 9 അംഗ സംഘത്തെ പിടികൂടിയത്. തകഴി പഞ്ചായത്ത് 6-ാം വാർഡിൽ വിരിപ്പാല എന്ന സ്ഥലത്ത് മദ്യപാനം നടക്കുന്നെന്ന നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു സ്പെഷ്യൽ സ്ക്വാഡിന്റെ പരിശോധന. പൊട്ടിച്ച നിലയിലുള്ള ഒരു പാക്കറ്റിലെ 3 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയതെന്നാണ് എക്സൈസ് നൽകുന്ന വിവരം. എക്സൈസ് സംഘം എത്തുമ്പോൾ ഇവർ മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉപയോഗിക്കാനായാണ് കഞ്ചാവ് കയ്യിൽ കരുതിയതെന്നാണ് യുവാക്കൾ മൊഴി നൽകിയിട്ടുള്ളത്. കനിവിന്റെ സുഹൃത്തായ അഭിഷേകിന്റെ കൈവശമായിരുന്നു കഞ്ചാവ് പാക്കറ്റുകൾ ഉണ്ടായിരുന്നത്. FIR രജിസ്റ്റർ ചെയ്ത ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ പ്രതികളെ വിട്ടയച്ചു. കായംകുളം MLA പ്രതിഭയുടെ മകൻ കനിവ് കഞ്ചാവുമായി പിടിയിൽ. തകഴിയിൽ നിന്നാണ് കനിവ് ഉൾപ്പെടെ 9 യുവാക്കളെ കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടിയത്. ആളൊഴിഞ്ഞ ഭാഗത്ത് കഞ്ചാവ് വലിക്കുമ്പോഴാണ് ഇവർ പിടിയിലായത്. യുവാക്കൾ കഞ്ചാവ് ഉപയോഗിക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസ് സംഘം മഫ്തിയിലെത്തിയത്. 3 ഗ്രാം കഞ്ചാവ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തുവെന്നാണ് എക്സൈസ് പറയുന്നത്. കസ്റ്റഡിയിലെടുത്ത യുവാക്കളെ ജാമ്യത്തിൽ വിട്ടു. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും സ്പെഷ്യൽ ടീമിന്റെ കോമ്പിങ്ങിന്റെ ഭാഗമായിട്ട് അവർ ഈ പയ്യന്മാരുടെ അടുത്തെത്തിയും എന്തായാലും ഒരാളുടെ കയ്യിൽ ഒരു ഇത്ര ഗ്രാം സാധനമുണ്ട്. അത് എത്ര ഗ്രാമാന്നുള്ളതിൽ പോലീസുകാർക്കും എക്സൈസിനും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു കണക്കിന് വശകുണ്ട്. പിന്നെ അതിലൊരു 90 ഗ്രാം എന്നായിരുന്നു ആദ്യം. ഇഫ് ഐ എം നോട്ട് റോങ്, ഞാൻ അങ്ങനെയാണ് കണ്ടത്. ഫസ്റ്റ് 90 ഗ്രാം എന്നുള്ളത് കൊടുത്തതായിട്ടാണ് കണ്ടത്. പിന്നെ അതെന്തായി, അത് 3 ഗ്രാമായി. പിന്നെ പല പേജുകളിലും ഞാൻ നോക്കിയ സമയത്ത് MLA മകനെ പിടിച്ചു എന്ന് തന്നെയാണ് പലയിടത്തും കൊടുത്തിട്ടുള്ളത്. ഒപ്പമുള്ള ഈ അഭിഷേക് എന്ന പേരുള്ള പയ്യൻ്റെ കയ്യിൽ നിന്നാണ് ഇത് പിടിച്ചത് എന്നുള്ളതല്ല എവിടെയും കൊടുത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, രാഷ്ട്രീയക്കാരാണ്. ഒരു MLA കിട്ടിക്കഴിഞ്ഞാൽ, MLA മകനെയും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. ചെക്കൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ കയറി നോക്കുന്ന സമയത്ത് അത്യാവശ്യം യോയോ നടക്കുന്ന പയ്യനാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട. നേരെ പിടിച്ചിട്ട് ഏറെ കയറ്റുക എന്നുള്ള പരിപാടി മീഡിയക്കാർ ചെയ്തിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഇനി ചില ന്യൂസ് റിപ്പോർട്ട് ചെയ്ത സമയത്ത് അവർ കൂട്ടം കൂടിയിരുന്നപ്പോൾ കൂട്ടത്തോടു കൂടി പിടിച്ചു. ഓക്കെ, അത് പിന്നെ ഓക്കെയാണ്, ഫൈൻ. കാരണം ആ കൂട്ടത്തിൽ ഒരാളുടെ കയ്യിലായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ പയ്യനോട് കൂട്ടത്തോടു കൂടി പിടിച്ചു. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഇങ്ങനെ കയ്യിൽ നിന്ന് ലഹരി വസ്തു പിടിച്ചിട്ട് എത്ര പേർക്ക് ഇത്ര പെട്ടെന്ന് ജാമ്യം കിട്ടിയെന്ന് എനിക്കറിയില്ല. എനിക്കറിയുന്ന എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്.
ആ ഫ്രണ്ട്സിൻ്റെ ഗ്യാങ്ങിൽ ഒരാളുടെ കയ്യിലോ അല്ലെങ്കിൽ 2 പേരുടെ കയ്യിലോ ഈ സാധനം ഉണ്ടായിട്ട് ഇവർ യൂസ് ചെയ്യുന്നവരും അല്ല. പക്ഷേ ഈ ഗ്യാങ്ങിലുള്ളവരുടെ പോക്കറ്റിലുള്ള കാര്യം ഇവർക്ക് അറിയില്ല. അങ്ങനെ പോയി പെട്ടവർ പലരും അകത്ത് കടന്ന് പുഴുങ്ങി പണ്ടാറിറങ്ങിയിട്ടാണ് പുറത്തിറങ്ങി വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഞാൻ ഇതിൻ്റെ മുന്നേ കുറേ വീഡിയോസിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിക്കകത്ത് ഈ ത്രെട്ട് ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പം ഞാൻ നാളെ പോയിട്ട് ഒരു 10 ആളൊപ്പം ഗ്യാങ്ങിലിരിക്കുകയാണ്, അല്ലെങ്കിൽ സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ വർത്തമാനം പറയുകയാണ്, ഞാൻ വെള്ളം അടിക്കില്ല, സാധനം അടിക്കില്ല, ഒരു പരിപാടി എനിക്കില്ല. പക്ഷേ കൂടെ ഉള്ളവരുടെ പോക്കറ്റിലും കയ്യിലും എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല. നമുക്ക് ഉണ്ടാവില്ലേ. നമ്മൾ ചിലപ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാവും, ചിലപ്പോൾ അയാൾ സ്ഥിരമായിട്ട് ഈ സാധനം ഉപയോഗിക്കുന്ന ഒരുത്തരാവും. എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ചോർന്നിട്ടാവും പോലീസ് വരുന്നത്. പൊക്കിക്കഴിഞ്ഞാൽ നാളെ പ്രമുഖ യൂട്യൂബർ അടക്കമാവും വരാൻ പോണത്. വേറെ വഴിയില്ല. കാരണം നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് അത് ഈ സാധനം ആരുടെ കയ്യിലുണ്ട്, എത്ര ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥ സൊസൈറ്റിക്ക് അകത്തുണ്ട്. ഓക്കെ, പിന്നെ ഇവിടുത്തെ ഡാൻസ് ആഫും ഈ സ്പെഷ്യൽ ടീമൊക്കെ ആയിട്ട് പയ്യന്മാരെ കണ്ടു കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ കോട്ട തയ്ക്കാൻ വേണ്ടി വെച്ചു കൊടുക്കുന്നൊരു പരിപാടിയുണ്ട്. മനസ്സിലായോ? ഒന്നും കിട്ടിയില്ലെങ്കിലും സാധനം വെച്ചു കൊടുക്കുകയുള്ളൂ. അങ്ങനെ അകത്ത് കടന്ന് നരകിച്ച് ജീവിച്ച് പുറത്തിറങ്ങിയ കുറേ പേരെയും എനിക്ക് പേഴ്സണലി അറിയാം. ഇതിൻ്റെയൊക്കെ ഒരു വശം ഞാൻ പറഞ്ഞതാണ്. എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ MLA വന്നിട്ട് MLAയുടെ പേജിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് കാണാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രതിഭയാണ്. ഇപ്പം കുറേ ഫോൺ കോൾസ് എന്നെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മകൻ്റെ ഒരു വിവരം അന്വേഷിച്ചുകൊണ്ട്. അപ്പം മനുഷ്യൻ്റെ മാംസം ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, തിന്നാണെങ്കിലും ജീവിക്കാമെന്ന് കരുതുന്ന ഒരു കൂട്ടം കുറച്ച്, എല്ലാ മാധ്യമപ്രവർത്തകരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, കുറച്ച് പേരെങ്കിലും ഉണ്ട്. ആ കൂട്ടത്തിൽ ഇന്ന് 24-ലും ഏഷ്യാനെറ്റിലും ഒക്കെ ഒരു വാർത്ത വന്നു. കഞ്ചാവുമായിട്ട് എൻ്റെ മകനെ പിടിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നു. എന്നോട് പൊതുവെ മാധ്യമങ്ങൾക്ക് കുറച്ച് വൈരാഗ്യം ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം പലപ്പോഴായിട്ട് പലര് കാണിച്ച തെറ്റുകളൊക്കെ വിളിച്ചു പറയുന്ന ഒരാളാണ് ഞാൻ. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് സത്യസന്ധമായി പൊതുപ്രവർത്തനത്തെ കാണുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ സ്വാഭാവികമായിട്ടുള്ള ശത്രുക്കളും എനിക്ക് ഉണ്ടാവുന്നതും സ്വാഭാവികമാണ്. ആമുഖമായി പറഞ്ഞോട്ടെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്കൊരു എതിർ സ്ഥാനാർത്ഥിക്ക് പകരം മാധ്യമങ്ങളായിരുന്നു അതിലധികവും വന്നത്. ഞാനത് പറയാൻ കാരണം, ഇന്ന് എൻ്റെ മകനും കുറച്ച് ഫ്രണ്ട്സും കൂടി ഇരിക്കുന്നിടത്ത് വന്ന് അവര് എന്തെങ്കിലും സ്വാഭാവികമായിട്ടും വട്ടം കൂടി ഇരിക്കുന്നപ്പോൾ ആരോ ഒരു റോങ് ഇൻഫർമേഷൻ എന്തോ കൊടുത്തതായിരിക്കാം. ഞാൻ തുറന്നതിന് നിങ്ങളോട് പറയാം. അപ്പൊ ഇവരോട് എക്സൈസുകാർ വന്ന് കാര്യങ്ങൾ ചോദിച്ചു. സ്വാഭാവികമായിട്ടും പിള്ളേരെ ക്വസ്റ്റ്യൻ ചെയ്തു. അതിനിപ്പം വാർത്ത വരുന്നത് എന്താ? കഞ്ചാവുമായിട്ട് എൻ്റെ മകനെ പിടിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. ഒരാൾ MLA ആയതുകൊണ്ടോ പൊതുപ്രവർത്തക ആയതുകൊണ്ടോ അതിനൊരു മൈലേജ് കിട്ടുമായിരിക്കും. പക്ഷെ ഏഷ്യാനെറ്റും 24-ഉം തിരുത്തേണ്ട ഒരു കാര്യം, നിങ്ങൾ മാപ്പ് പറയേണ്ട ഒരു കാര്യം, കിലോ 30 ഗ്രാം കഞ്ചാവുമായിട്ട് എൻ്റെ മകനെ പിടിച്ചു എന്ന വാർത്ത ആധികാരികമാണെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് പറയാം. അവന്റെ കയ്യിൽ 30 ഗ്രാം കഞ്ചാവുമായിട്ടാണ് അവനെ പിടിച്ചതെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് പറയാം. നേരെ തിരിച്ച് അതല്ല, നിങ്ങൾ തെറ്റായിട്ട് ഈ വാർത്ത കൊടുത്തെങ്കിൽ നിങ്ങൾ പരസ്യമായി മാപ്പ് പറയുകയും തുടർന്ന് നിയമ നടപടികളും കാര്യങ്ങളും ഞാൻ ചെയ്തോളാം. ഞാൻ എന്തായാലും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. കാരണം അത്രയധികം ആക്ഷേപിക്കുന്ന തരത്തിൽ എന്നെ സ്നേഹിക്കുന്ന, എന്റെ ചുറ്റും നിൽക്കുന്ന ഒരുപാട് പേരെ വേദനിപ്പിച്ചൊരു വാർത്തയായത്. അപ്പൊ അതിന് എല്ലാവരും എന്നോട് പറഞ്ഞു, നമ്മൾ അതിന് മറുപടി പറയണം എന്ന് പറഞ്ഞു. ഇതിലൂടെ അവര് ആ ഏജിലുള്ള കുട്ടികളാണ്, ചിലപ്പോൾ കൂട്ടുകൂടും. തെറ്റായ വഴികളിൽ പോകാതിരിക്കാനായിട്ട് ഒരു കുഞ്ഞും തെറ്റായ വഴി പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ. അപ്പൊ എന്റെ മകൻ പോകരുത് എന്ന് മാത്രം പറയാനേ എനിക്ക് പറ്റുള്ളൂ. ആ വഴി തേടുന്നതും പോകാതിരിക്കേണ്ടതും ഒക്കെ അവരുടെ ചുമതലയാണ്. കാരണം എല്ലാ മനുഷ്യരെയും പോലെ തന്നെയാണ്. പക്ഷേ അവൻ തെറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെ തെറ്റ് ചെയ്യാൻ പോകുന്നുണ്ടോ എന്നുള്ള അവനും ഞാനും അവനോട് പറഞ്ഞ് പരിഹരിക്കേണ്ട കാര്യങ്ങളാണ്. ഇല്ലാത്തൊരു വാർത്ത ഏഷ്യാനെറ്റും 24-ഉം ഒപ്പം മീഡിയ 1-ഉം ഒക്കെ കൊടുത്തെന്നാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ ഒരു വാർത്ത കൊടുത്ത നിങ്ങൾ മാപ്പ് പറയണം. 2 കാര്യമാണ് ഇവിടെ. ഒന്ന്, MLA പറയുന്നത് MLAയുടെ മകന്റെ കയ്യിൽ നിന്ന് പിടിച്ചു എന്ന് പറയുന്നത് തെറ്റായ വാർത്തയാണ്. ശരിയാണ്, തെറ്റായ വാർത്തയാണ്. കാരണം 30 ഗ്രാം 90 ഗ്രാം എന്ന് പറയുന്നു, പിന്നെ 3 ഗ്രാം ആവുന്നു. എൻ്റെ MLAയുടെ മകന്റെ കയ്യിൽ നിന്നല്ല, ഒപ്പം ഉണ്ടായിരുന്ന അഭിഷേക് എന്ന് പറഞ്ഞ വ്യക്തിയുടെ കയ്യിൽ നിന്നാണ് പിടിച്ചത്. അപ്പോൾ പിന്നെ ആ MLAയുടെ മകന്റെ കയ്യിൽ നിന്ന് പിടിച്ചു എന്നുള്ളതല്ല, MLA മകൻ അടക്കം അടങ്ങുന്ന സംഘം എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു കറക്റ്റ് സാധനം. പക്ഷെ ഇവിടുത്തെ മീഡിയാസ് അതല്ല ചെയ്തത്, നേരെ ഉൾട്ടിയാണ് അടിച്ചത്. ഫൈൻ, അതവർ പറയുന്നത് കറക്റ്റ്. പക്ഷേ ഇതിൽ വേറൊരു കാര്യമില്ലേ, ഇവർ പറയുന്ന ആ ഒരു സാധനം പറഞ്ഞു വെക്കുന്നത് ഇവരുടെ മകനടക്കമുള്ളവർ എന്നല്ല. അവരെ ആരെയും ഇന്നൊന്നും പിടിച്ചിട്ടില്ല, ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒരു റോങ് ഇൻഫർമേഷൻ്റെ മുകളിൽ വിളിച്ചു എന്നുള്ള രീതിയിലാണ് ഇവിടെ MLA സംസാരിക്കുന്നത്. അതെനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അമ്മയായതുകൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിലിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, കാരണം മകൻ്റെ കാര്യം കൂടി ആകുമ്പോൾ ആ ഒരു ഡിഫൻസ് വരും. കാരണം മകൻ്റെ കയ്യിൽ നിന്നല്ല പിടിച്ചിട്ടുള്ളത്, അത് ന്യായമായ കാര്യം.
പക്ഷെ മകൻ അടങ്ങുന്ന കൂട്ടത്തിൽ ഒരാളുടെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പോൾ റോങ് ഇൻഫർമേഷൻ്റെ മുകളിൽ പോലീസ് പോയി അല്ലെങ്കിൽ എക്സൈസ് പോയി എന്ന് പറയാൻ പറ്റില്ല. എക്സൈസ് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റ് ഇൻഫർമേഷനാണ് കിട്ടിയതും അവർ ചെന്ന സമയത്ത് അവർക്ക് 3 ഗ്രാം കിട്ടിയിട്ടുള്ളൂ. അത് ഈ MLAയുടെ മകൻ്റെ കയ്യിൽ നിന്നല്ല, പക്ഷേ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളുടെ കയ്യിലാണേ ഉള്ളൂ. അപ്പം അതങ്ങനെ രീതിയിൽ പറയുന്നതിനോട് അതൊരു ചെറിയ അമ്മപ്പാസമാണ്. അത് നോക്കിയിട്ട് കാര്യമില്ല. കാരണം ആർക്കാണെങ്കിലും ദേഷ്യം വരൂടെ. കാരണം സ്വന്തം മകനെ ഇങ്ങനെ മീഡിയാസ് എടുത്തിട്ട് അതും MLAയുടെ മകൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ആ പയ്യൻ്റെ ഭാവി നിങ്ങൾ ആലോചിച്ച് നോക്കണം. എനിക്ക് ആ പയ്യനോട് ഭയങ്കരമായിട്ടുള്ള ഒരു എമ്പതി തോന്നുന്നുണ്ട്. കാരണം അവനിത് ഉപയോഗിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ വെള്ളമടിക്കുന്നത് ഓക്കെ ഫൈൻ, 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്, ചെക്കൻ 10-22 വയസ്സുണ്ട് തോന്നുന്നു. എന്താണെങ്കിലും വെള്ളടിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ആർക്കും റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിവിടെ സർക്കാർ തന്നെ ലീഗലൈസ്ഡ് ആയിട്ട് വിൽക്കുന്ന സാധനമാണ്. ടാക്സ് അടച്ചിട്ട് ഏറ്റവും വലിയ അബ്കാരി സർക്കാരാണ്. പക്ഷെ ഇങ്ങനത്തെ ലഹരി പദാർത്ഥങ്ങളിലേക്ക് പോവാത്ത ഒരാളാണ് കൂട്ടത്തിലിരുന്ന് വെള്ളമടിക്കുന്നു. ആ കൂട്ടത്തിൽ ഒരുത്തൻ ഈ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഒരു അമ്മ MLA ആയതുകൊണ്ട് എൻ്റെ ഫോട്ടോ, എൻ്റെ പേര്, എൻ്റെ തല എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ചെറിയ സംഗതിയാണ്. അത് അടിക്കാതിരിക്കുകയൊന്നുമില്ല. ഇനി ഇവരിതിൻ്റെ ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഈ MLA കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്റെ മകൻ ഈ സമൂഹത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഇവിടെ വരുന്ന മറ്റു കുട്ടികളോ അല്ലെ കൂട്ടുകാരോ ഒക്കെ അവൻ കൂടിയിരിക്കുകയോ ചിലപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ആരെങ്കിലും അവനെ ചോദ്യം ചെയ്യുകയോ ഒക്കെ ചെയ്യും. പക്ഷെ വന്ന വാർത്ത എന്താ, 30 ഗ്രാം കഞ്ചാവുമായിട്ട് പ്രതിഭ MLAയുടെ മകൻ എന്ന് പറഞ്ഞാണ് വാർത്ത വരുന്നത്. പൊതുപ്രവർത്തക എന്ന നിലയിലേക്ക് ഇറങ്ങി മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ ഏറ്റവും വലിയ ശക്തമായ ക്യാമ്പയിൻ ചെയ്യുന്ന ഒരു സ്ത്രീ കൂടിയാണ് ഞാൻ. ഇപ്പൊ എന്റെ മോനാണെങ്കിൽ പോലും അത് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അത് മറ്റുള്ളവരുമായിട്ട് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ മോനെ അടക്കം തള്ളി പറയാനുള്ള ശേഷിയുണ്ട് മാനസികമായിട്ട് എനിക്ക്. അപ്പൊ ആ സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഇവരെല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്താണ് ജീവിക്കുന്നത്. അപ്പം ആരാണ് ഉപയോഗിക്കുന്നത്, എവിടെയാണ് ഇത് വെച്ചിരിക്കുന്നത്, ഏതാണ് സോഴ്സ് ഒന്നും അറിയത്തില്ല. തീർച്ചയായിട്ടും പിടികൂടി എന്നല്ല പറയുന്ന, 8 പേര് കൂടി ഇരുന്നിട്ട് അവരെ പിടിച്ചോണ്ട് പോയി. അതായത് അവര് കഞ്ചാവുമായി പിടികൂടി എന്നല്ല പറയുന്നത്. ഇപ്പം ഒരു അസ്വാഭാവികമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയണ്ടേ, നമുക്ക് സംശയാസ്പദമായിട്ടൊക്കെ ആരെങ്കിലും കണ്ടാലും സ്വാഭാവികമായിട്ട് ചോദ്യം ചെയ്യാം. അതിൽ എക്സൈസുകാർ ആര് ചോദ്യം ചെയ്താലും ഞാനും എന്റെ കൂടെ നിൽക്കുന്ന ആളാണ്. അതിനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. വന്ന വാർത്ത എന്താ, കഞ്ചാവുമായി MLA പ്രതിഭയുടെ മകൻ പിടിയിലെന്ന വാർത്തയാണ്. ആ വാർത്തയോടാണ് ഞാൻ വിയോജിക്കുന്നത്. ബാക്കി അവിടെ നടന്നിപ്പോ ചിലപ്പോൾ ചോദ്യം ചെയ്യാനായിട്ട് അവർ പിടിച്ചിട്ടുണ്ടാവും, കൂടിയിരിക്കുന്നവരെ ചോദ്യം ചെയ്യുമായിരിക്കും. അങ്ങനെ ഇവിടെ എന്തെല്ലാം നടക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള വാർത്തയാണ് തീർച്ചയായിട്ടും തെറ്റായ വാർത്തയാണെന്ന് പറഞ്ഞാൽ എന്നോടൊന്ന് ചോദിക്കാൻ പോലും നിന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഇപ്പോഴും എക്സൈസ് ഓഫീസിൽ ചോദിച്ചു. അപ്പൊ അങ്ങനെ ഒരു വാർത്ത അവരാരോടും ഷെയർ ചെയ്തിട്ടില്ല എന്ന് അവർ തീർത്ത് പറയണം. അങ്ങനത്തെ ഒരു കാര്യമോടെ, കാരണം എന്തെങ്കിലും പിടിച്ചാലല്ലേ പിടിച്ചെന്ന് പറയാൻ പറ്റും. അങ്ങനെ ഒരു കാര്യം പിടിച്ചിട്ട് ഈ ഗ്യാങ്ങിൽ നിന്ന് പോലും പിടിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല അതിനെപ്പറ്റി. പക്ഷെ ഇനി അതോ ഗ്യാങ്ങിൽ നിന്ന് പിടിച്ചാലും അതെങ്ങനെ MLAയുടെ മകൻ പ്രതിഭ MLAയുടെ മകൻ എന്ന പേരിൽ ഈ വാർത്ത വന്നപ്പോൾ തീർച്ചയായിട്ടും അതൊരു വല്ലാത്തൊരു വൃത്തികെട്ട ഒരു മാധ്യമ പ്രവർത്തനമായി പോയി എന്നുള്ളതാണ്. അവര് കൂട്ടം കൂടി ഇരുന്ന വഴി എക്സൈസുകാർ വന്നു. എപ്പോഴും ഇവിടെ എല്ലാം പിള്ളേരിയ്ക്കും ഓരോ ഗ്യാങ് ആയിട്ട്. അപ്പൊ ഈ ഒരു ഗ്യാങ്ങിൽ ഇവനും ഉണ്ടായിപ്പോയി. ആ 5-8 പേര് ഇരുന്നതിന്റെ അകത്ത് കനിവും ഉണ്ട്. അപ്പൊ നമ്മൾ പറയാൻ പറ്റുമോ ഇപ്പൊ കനിവ് ഏത് ഗ്യാങ്ങിലാണ് ഇരിക്കുന്നത്? ഇവിടുത്തെ പിള്ളേരാ ചുറ്റും നിൽക്കുന്നത്. എപ്പോഴും ഇവിടെ ഇപ്പം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 24 ഇവിടെ എന്റെ ഒരു പ്രോഗ്രാം എടുക്കാൻ വന്നപ്പോ പോലും എനിക്ക് തോന്നുന്നു കനിവ് ആ ടൈമിൽ ഇങ്ങനെ കൂട്ടം കൂടി നടക്കുന്ന അവന് തന്നെ കാണും. എപ്പോഴും അങ്ങനെയാണ്. ഇതൊരു നാട്ടുംപുറവാ. അപ്പം പിടിച്ച് വീട്ടിൽ കെട്ടിയിടാനൊന്നും പറ്റത്തില്ലല്ലോ പിള്ളേരെയൊന്നും. അത് ആ ഗ്യാങ് കൂടിയതിലോ ഗ്യാങ്ങിൽ പോയതിലോ അല്ല. ഇപ്പോഴും എന്റെ പ്രതിഷേധം അല്ലെങ്കിൽ ആ വാർത്ത എഴുതി കാണിച്ചുള്ള മനസ്സ് അത് തെറ്റ് തന്നെയല്ലേ? നിങ്ങൾ തന്നെ പറ. പ്രതിഭ MLAയുടെ മകനെ കഞ്ചാവുമായി പിടിയിലെന്ന് ഇവർക്ക് എന്ത് സോഴ്സിലാണ്? ഇവർക്ക് ആര് സോഴ്സ് കൊടുത്ത? അങ്ങനെ ഒരു കാര്യം ഇല്ല. അപ്പൊ അത് തെറ്റായ ഒരു കാര്യമാണ്. പിന്നെ ഈ കൂട്ടുകൂടിയതോ എക്സൈസ് വന്ന് അന്വേഷിച്ചതോ ഒക്കെ അവരുടെ ജോലിയുടെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ MLAക്ക് വ്യക്തമായിട്ട് അറിയാം കൂട്ടുകൂടിയതിൽ സീനുണ്ടെന്നും കൂട്ടുകൂടിയ ആളുകളിൽ നിന്ന് പിടിച്ചില്ല എന്നാണ് MLAയുടെ വേർഷൻ. പക്ഷെ കൂട്ടുകൂടിയ ആളുകളിൽ നിന്ന് പിടിച്ചു എന്നുള്ളത് പത്രമാധ്യമങ്ങൾ വീണ്ടും ചോദിച്ച സമയത്ത് MLA അടുത്തൊരു ക്ലിപ്പ് ചെയ്യാൻ വെക്കാം, അതിൽ പറയുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ ഞാൻ പറയുന്നു, ഇവർ പറഞ്ഞത് കറക്റ്റാണ്. കാരണം ഇവരുടെ മകൻ്റെ കയ്യിൽ നിന്നല്ല പിടിച്ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിന് MLAയുടെ മകൻ എന്ന് അത് മീഡിയക്കാർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് മീഡിയക്കാരുടെ പരിപാടി. ഈ അടുത്ത് എനിക്കൊരു പയ്യൻ മെസ്സേജ് അയച്ചു ഒരു കാറിൻ്റെ കേസിൽ. ഈ നോക്കുമ്പോൾ പേര് മാറിപ്പോയി. കാറിൻ്റെ RC ഓണറുടെ പേര് എന്ന് പറഞ്ഞാൽ 2 വീട് അപ്പുറത്തുള്ള ഒരു ചെക്കൻ്റെ പേരും കാറിൻ്റെ RC ഓണറുടെ പേരും ഒരു ആക്സിഡൻറ്റ് റിലേറ്റഡ് സാധനമാണ്. ഒരേ പേരാ. ഒന്നും നോക്കിയില്ല, ഇൻസ്റ്റാഗ്രാമിൽ കയറി പേരടിച്ച് നോക്കി. ഏകദേശം RC ഓണറുടെ ഒരു രൂപസാദൃശ്യവും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് നേരെ പിടിച്ചിട്ട് 2 വീട് അപ്പുറത്തുള്ളവനെ ഫോട്ടോ എടുത്ത് വെച്ചു. ഇപ്പോൾ നമ്മളെ ഒരു ആക്ടർ മണികണ്ഠൻ അങ്ങേർക്ക് ഇതേമാതിരി ചെയ്തില്ല ഇവന്മാർ.
സി ന്യൂസ് മീഡിയ ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ട് ഈ പരിപാടി കാണിക്കുന്നുണ്ടെങ്കിൽ അതിനോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല. കാരണം അത് ഇപ്പോൾ ഈ MLAയുടെ മകനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചെക്കൻ്റെ കയ്യിൽ നിന്ന് അല്ല പിടിച്ചതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഇവിടെ കൃത്യമായിട്ട് ആരൊക്കെ യൂസ് ചെയ്തു എന്നറിയാൻ ബ്ലഡ് ടെസ്റ്റും സാമ്പിൾസും സംഗതിയൊക്കെ എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, പിന്നെ ഞാൻ ആലോചിക്കുന്നത് ഇത്ര പെട്ടെന്ന് MLAയുടെ മകൻ അല്ലെങ്കിൽ MLAയുടെ ആളുകൾ എന്നുള്ള നിലയ്ക്ക് ജാമ്യം കൊടുക്കുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ആ പ്രിവിലേജിന് യൂസ് ചെയ്തോ ഇല്ല എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വലിയ ഐഡിയ ഇല്ല. ഇവർ പറയുന്നത് ഇവർ പോയിട്ട് പോലും ഇല്ല ബെയിലെടുക്കാൻ എന്നാണ് ഇവർ പറയുന്നത്. സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുമോ എന്നുള്ളൊരു ഡൗട്ട് കൂടി ഉണ്ട്. ഓക്കെ, ഇത്ര ഗ്രാം 3 ഗ്രാം എന്നൊക്കെ പറയുമ്പോൾ സ്റ്റേഷൻ ജാമ്യം കൊടുക്കുമോ എന്നുള്ളതിനൊരു സംശയമുണ്ട് എനിക്ക്. എത്ര ഗ്രാം ആണെങ്കിലും 3 ഗ്രാം കൊടുക്കുമെന്നാണ് എൻ്റെ ഒരു ഫീലിംഗ്. അറിയുന്നവരൊന്നാണെങ്കിൽ കമൻറ്റ് ചെയ്യും. എങ്ങനെയാണെങ്കിലും ഇവർ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് ഏറ്റവും കൂടുതൽ പൊള്ളിയുള്ളത് MLAയുടെ മകൻ എന്ന് പറഞ്ഞ് ഇവരുടെ ഇമേജ് ടാർണിഷ് ചെയ്യാൻ വേണ്ടി പത്രമാധ്യമങ്ങൾ ശ്രമിച്ചു. അതിൽ മാപ്പ് പറയണം. ഫെയർ ഇനഫാണ്, ആ കാര്യത്തിലൊന്നും പറയാനില്ല. ഇനി കേട്ടോ, നിലവിൽ കേസൊന്നുമില്ല, ഒന്നുമില്ല. ഞാൻ സ്റ്റേഷനിൽ പോയിട്ടില്ലല്ലോ. അപ്പൊ എന്തായാലും അത് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ അവരോട് തന്നെ ചോദിച്ചോളൂ. ഞാൻ സ്റ്റേഷനിൽ പോയി സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറക്കാനോ അല്ലെങ്കിൽ അതൊന്നും നമ്മളാരും ചെയ്തിട്ടില്ല. അഭിഷേക് എന്ന സുഹൃത്തിന്റെ പോക്കറ്റിൽ നിന്നാണ് കഞ്ചാവ് കിട്ടിയതെന്നാണ് എക്സൈസ് പറയുന്നത്. അഭിഷേക് എന്ന സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് കിട്ടിയെന്ന് അവർ എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ അഭിഷേകിന്റെ കയ്യിൽ നിന്നല്ലേ? MLAയുടെ മകൻ അഭിഷേക് എന്നല്ലല്ലോ വന്നത്, MLAയുടെ മകന്റെ പേരിലാണല്ലോ വാർത്ത വന്നത്. അപ്പൊ നിങ്ങൾ തന്നെ പറയുന്നത് തെറ്റല്ലേ? അഭിഷേകിന്റെ എന്ന് പറഞ്ഞാൽ എങ്ങനെ MLAയുടെ മകനാവുന്നത്? പക്ഷെ അങ്ങനല്ലല്ലോ വാർത്ത വന്നത്. അതിനെ ഇത്ര നിഷ്കളങ്കമായി കാണാനായിട്ടുള്ള മനസ്സ് അത് ശരിയല്ല. കാരണം എന്റെ മകന്റെ പേരിലും എന്നെ ആക്ഷേപിക്കുന്ന തരത്തിലും ആ വാർത്ത വന്നത് അത് തെറ്റായി പോയി എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അതിന് നിങ്ങൾ ഇനി മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും എന്റേതായ രൂപത്തിൽ എന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഞാൻ ആ 2 മാധ്യമങ്ങൾക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കും. വാർത്ത വന്നത് തെറ്റായി പോയി എന്നത് മാത്രമാണോ നിങ്ങളുടെ പ്രശ്നം? മകൻ ഈ സംഘത്തിലുണ്ടായി എന്നത് വാർത്തയല്ലേ? അല്ല, മകൻ ആ സംഘത്തിലുണ്ടായെന്ന് പറഞ്ഞാൽ മകൻ ഈ നാട്ടിലെ മുഴുവൻ പേരുമായിട്ടും കൂട്ടാം. അത് ഏത് സംഘത്തിൽ പോയി എന്നുള്ളതല്ലല്ലോ. എന്റെ മകന്റെ കയ്യിൽ അത്തരം ഒരു സാധനം ഉണ്ടായി അവനെ പിടിച്ചു എന്നാണെങ്കിൽ ഞാൻ അവന്റെ കൂടെ നിൽക്കത്തില്ല. ഡെഫിനറ്റ്ലി ആദ്യം അവനെതിരെ നിൽക്കുന്ന ഞാൻ തന്നെയായിരിക്കും. അതിനെനിക്ക് മാധ്യമങ്ങളെ ഒന്നും ഒരു പേടിയില്ല, ഞാൻ പറയും. കാരണം എന്റെ മകനും ഈ സമൂഹത്തിന്റെ ഒരു ഭാഗമല്ലേ. അപ്പൊ അവന് തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഞാൻ മാധ്യമങ്ങളുടെ അടുത്ത് തുറന്നു പറയാൻ ധൈര്യമുള്ള ആളാണ്. എനിക്കൊരു മടിയില്ല. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ അത്തരം ശീലത്തിൽ നിന്ന് മാറ്റിയെടുക്കേണ്ടത് ഇത് എന്റെ ചുമതലയാ, അല്ലെങ്കിൽ ഓരോ അമ്മമാരുടെയും ചുമതലയാ. പക്ഷെ ഇല്ലാത്തൊരു വാർത്തയിൽ ആഘോഷിച്ചതിനാണ് എന്റെ മുഴുവൻ ഒരു അമർഷവും ഞാൻ രേഖപ്പെടുത്തുന്നത്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് MLA അതായത് ഇവിടെ കൂട്ടത്തിൽ സംഘം ചേർന്നിരുന്ന് ഒരു സാഹചര്യത്തിൽ എക്സൈസ് കാണുന്നു, ആ സംഘത്തിൽ കനിവുണ്ടായിരുന്നു. അങ്ങനൊരു എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ ഇത്തരം കുറച്ച് കുട്ടികൾ പെട്ടു എന്നതൊരു വാർത്തയല്ലേ? അല്ല, അതല്ലല്ലോ വാർത്ത. അങ്ങനൊരു വാർത്തയേ ഇല്ലല്ലോ. ഈ ചോദിക്കുന്ന പോലും എനിക്കറിയാം വീണ്ടും വീണ്ടും എന്നെ പിടിച്ചൊരു ട്രാപ്പിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ. അതേ ഇത് അത്തരം അനാവശ്യമായ മാധ്യമ പ്രവർത്തനത്തിന് എന്നെ വലിച്ചിഴക്കരുത്. എന്റെ മകനുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമേ എനിക്കിവിടെ ഉള്ളൂ. ബാക്കി കുട്ടികളുടെ മാതാപിതാക്കളോട് നിങ്ങൾ ചോദിച്ചാൽ അവരും പ്രതികരിക്കും. അതെനിക്കറിയത്തില്ല. എന്റെ മകന്റെ കയ്യിൽ ഇങ്ങനെ ഇതുണ്ടായിരുന്നു, അവനെ അറസ്റ്റ് ചെയ്തെന്നോ അല്ലെങ്കിൽ അവനെ പിടിയിലാക്കിയോന്നോ എന്ന് പറഞ്ഞുള്ള ആ മാധ്യമത്തിന് എന്നോട് ചോദിക്കുകയോ മറ്റൊരാളോടൊരു ഒപ്പീനിയൻ ചോദിക്കുകയോ ചെയ്യാതെ ചെയ്ത ഏഷ്യാനെറ്റിനോടും 24നോടും അങ്ങേറ്റവും ആ മാധ്യമ പ്രവർത്തനത്തെ വെറുപ്പോടെ കാണുന്നേ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പൊ സംസാരിച്ച ഒരു രീതി നിങ്ങൾ കേട്ടില്ല. MLA സത്യത്തിൽ അമ്മ എന്ന് പറഞ്ഞ രീതിയിൽ ഒരു അമ്മ മകനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു അമ്മ എങ്ങനെ ദേഷ്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ള രീതിയിലാണ്. ശരിക്കും പത്രമാധ്യമങ്ങളുടെ ഒരു ചോദ്യം വളരെ കറക്റ്റാണ്. MLA ആണ് അവിടുത്തെ. ആ MLAയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കേണ്ടത് എന്താ? ആ നാട്ടിലെ അവരുടെ മകനടക്കമുള്ള ചെറിയ പ്രായത്തിലുള്ള പിള്ളേരിൽ ഒരാളുടെ കയ്യിൽ ലഹരി. അപ്പം അത് സ്പ്രെഡ് ആവാനും ബാക്കിയുള്ളവരിലേക്ക് ഇഞ്ചക്ട് ചെയ്യാനും അധികം നേരവും സമയമൊന്നും വേണ്ട. അപ്പം അവിടെ കൂട്ടം കൂടിയിരിക്കുന്നതുമായിട്ടുള്ള മകൻ്റെ ഗ്യാങ്ങിലടക്കമുള്ള ആളുകളുടെ കയ്യിൽ ലഹരിയുണ്ട്. ഇവർ പറയുന്നുണ്ട് കണ്ടിന്യൂസ്ലി പല ബൈറ്റ് കൊടുത്തതിലും ഇവർ സെൽഫായിട്ട് വീഡിയോ ഇട്ടതിലും ഇവർ ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത്. അങ്ങനെ ആവുമ്പോൾ ആസ് എ റെസ്പോൺസിബിൾ പൊളിറ്റീഷ്യൻ MLA എന്നുള്ള നിലയ്ക്ക് അമ്മപ്പാസും സാധനവും മാറ്റി വെച്ചിട്ട് ഓക്കെ ഇവരുടെ മകൻ്റെ കയ്യിൽ നല്ല പിടിച്ചെന്നുണ്ടെങ്കിൽ അത് ഇവർക്ക് വന്നിട്ട് പറഞ്ഞിട്ട് ദെൻ വെരി നെക്സ്റ്റ് തിങ് വാട്ട് ഷീ ഡു, ഇതാരൊക്കെ എങ്ങനെ ആ നാട്ടിലെത്തുന്നു അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പിടിച്ചത് തെറ്റാണ്, അവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് എങ്ങനെ ഇതെത്തുന്നു, ഇത് ആരിലേക്കൊക്കെ പോകുന്നു എന്നുള്ളത് ഞാൻ കൃത്യമായി അന്വേഷിക്കും എന്നുകൂടി അവർ പറയണം. ഇത് കംപ്ലീറ്റ്ലി MLAയുടെ മകൻ എന്നുള്ള നിലയ്ക്ക് അവരിട്ടു. തെറ്റാണ്. MLAയുടെ മകൻ്റെ കയ്യിൽ നല്ല പിടിച്ചത് ശരിയാണ്, അതൊക്കെ ഫൈൻ, സമ്മതിച്ചു. അതൊക്കെ ഒരു അമ്മ എന്നുള്ള നിലയ്ക്കും അല്ലെങ്കിൽ അവരെ ഇമേജ് ടാർണിഷ് ചെയ്യാൻ ഈ പറഞ്ഞ മീഡിയാസ് കാണിച്ചു എന്നുള്ള കളികളൊക്കെ ശരിയാണ്. ബട്ട് ഇപ്പം ആദ്യങ്ങൾ ലാസ്റ്റ് ചോദിച്ച ചോദ്യം വളരെ റെലവൻ്റ് ആണ്.
MLA എന്നുള്ള നിലയ്ക്ക് അവരുടെ ഏരിയയിൽ അവരുടെ മകൻ പോയിരുന്ന 9 പേരടങ്ങുന്ന ഗ്യാങ്ങിൽ ലഹരി ഉണ്ടായിരുന്നു. അതില്ലാന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഉള്ളത് കൊണ്ടാണ് അത് എക്സൈസ് എന്ത് ചെയ്തത്, ഇത്ര ഗ്രാം എന്ന് പറഞ്ഞത് മീഡിയാസ് ടേക്കപ്പ് ചെയ്തത്. അല്ലെങ്കിൽ ഒന്നും പിടിച്ചിട്ടില്ല എന്നുള്ളത് എക്സൈസിൻ്റെ എന്ത് വേണം, കൃത്യമായ ഇൻഫർമേഷൻ വേണം. ഇവർ പറയുന്നത് ഒന്നും പിടിച്ചിട്ടില്ല എന്ന് എക്സൈസ് ഇവരോട് പറഞ്ഞു എന്നാണ് എനിക്ക് അറിയാൻ പാടുള്ളത്. കാരണം അല്ലെങ്കിൽ പിന്നെ മീഡിയാസ് കൊടുക്കൂലേ. അങ്ങനെ ചുമ്മാ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു വെറുതെ കൊടുത്തു. ഓൾമോസ്റ്റ് എല്ലാ ചാനലും ഇട്ടിട്ടുണ്ട്, ഇടാതിരുന്നിട്ടില്ല ആരും. അപ്പം എന്താണെന്നുണ്ടെങ്കിലും അമ്മ എന്നുള്ള രീതിക്ക് മകൻ്റെ പേര് വന്നു, MLA ഇത് ഉപയോഗിച്ചു എന്നുള്ള മീഡിയാസിനോടുള്ള ദേഷ്യം, ഇറ്റ്സ് ഫൈൻ, അത് നമുക്ക് എന്താണെങ്കിലും വിലക്കെടുക്കാം. പക്ഷെ അതിൽ കൂടുതൽ ആസ് എ റെസ്പോൺസിബിൾ MLA അവരുടെ ഏരിയയിൽ ഈ സാധനമുണ്ട് എന്നും മകനടങ്ങുന്ന ആളുകളിലേക്ക് ഇത് എത്തിത്തുടങ്ങാൻ ചാൻസ് കൂടുതലാണ് എന്നുള്ളതും തിരിച്ചറിഞ്ഞിട്ട് ദയവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതിനെതിരെയുള്ള പ്രവർത്തനം ഒന്നുകൂടി ശക്തമാക്കുക. പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ MLAയുടെ മകൻ ലഹരി കയ്യിൽ വെച്ചു അല്ലെങ്കിൽ ലഹരിയോടുകൂടി പിടികൂടി എന്നുള്ളത് അറിയുമ്പോഴത്തേക്ക് ചാടി ഇറങ്ങുന്ന കൊങ്ങികളോടും സുഡാപ്പികളോടുമാണ് നിങ്ങളെ കേസൊക്കെ വരാറുണ്ട്. അപ്പോൾ അവരും അടിക്കും നിങ്ങളും അടിക്കും. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ നിന്ന് ഈ ലഹരീനെ നമുക്ക് ഒട്ടും അങ്ങോട്ട് എടുത്ത് വടിച്ച് കളയാനും തുടച്ച് കളയാനും പറ്റില്ല. ഒന്ന് പിടിക്കുമ്പോൾ ഒരാളെ പിടിച്ച് ആഘോഷിക്കുന്ന പരിപാടി നിങ്ങൾ നിർത്തേണ്ടതാണ് എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഉണ്ട്.